നിങ്ങൾക്ക് തരുന്നത് ഒരു ചിത്രമാണ്. ആ ചിത്രം നിങ്ങൾക്ക് വരച്ചെടുക്കാം. ഒരിക്കൽ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ പലരുടെയും വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ആ ചിത്രം ഞാൻ തന്നതാണ്. ഒന്നുകൂടി നിങ്ങൾക്ക് ആ ചിത്രം ഒന്ന് വരച്ചെടുക്കാം. ഓക്കെയാണ് എല്ലാവരും? ശരി. ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. ചതുരം. റോഹൻ വരച്ചു കഴിഞ്ഞാൽ യെസ് പറയാം. റഫായിട്ട് വരച്ചാൽ മതി. റഫായിട്ട് വരച്ചാൽ മതി. യെസ് ആണ്. ആ റെക്റ്റാങ്കിളില് ഇവിടുന്ന് കുറച്ച് ഇവിടത്തേക്ക് ഒരു വരയും ഇവിടുന്ന് ഈ കോർണറിലേക്ക് ഒരു വരയും കൊടുക്കുക. യെസ്. എന്നിട്ട് രണ്ട് കോൺ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ആ രണ്ട് കോൺ ശ്രദ്ധിക്കുക. ഈ ഒരു കോണും ഈ ഒരു ആംഗിളും ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളോട് പറയുന്നു ഈ രണ്ട് കോണുകളും തുല്യമാണ് എന്ന്. നേരത്തെ പറഞ്ഞു റെക്റ്റാങ്കിൾ ആണെന്ന്. അപ്പൊ നിങ്ങൾക്കറിയാം ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും എന്നൊക്കെ നിങ്ങൾക്കറിയാം. പക്ഷെ അതൊന്നും നിങ്ങളോട് തരുന്നില്ല. പകരം നിങ്ങൾക്ക് ഇവിടെ 6 സെന്റിമീറ്റർ തരികയാണ്. 6 സെന്റിമീറ്റർ. ഇവിടെ 8 തരുന്നത്. അപ്പം ഈ ഒരു നീളം നിങ്ങൾക്ക് തരുന്നത് 6-ഉം ഈ ഒരു നീളം തരുന്നത് 8-ഉമാണ്. നിങ്ങളുടെ ചോദ്യം, ഈ റെക്റ്റാങ്കിളിന്റെ വീതി ബ്രെഡ്ത്ത് എത്രയായിരിക്കും? ചിത്രത്തിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ കോണുകൾ തുല്യമാണ്, ഈക്വലാണ്. ഈ ചതുരത്തിന്റെ വീതി എത്രയാണ് എന്നാണ് നിങ്ങളോടുള്ള ചോദ്യം. ആൻസർ കമന്റ് ചെയ്യാം. റോഹൻ ആരെങ്കിലും ആൻസർ ടൈപ്പ് ചെയ്തോ? പതിനാലൊന്നല്ലേ? വെറുതെ വിളിച്ചു വരണ്ട, ടൈപ്പ് ചെയ്താൽ മതി. 14 ഇല്ല. രഞ്ജിത ഉണ്ടോ? രഞ്ജിത എന്നുണ്ടോ ഗ്രൂപ്പില്? രഞ്ജിത ഇല്ലാന്ന് തോന്നുന്നു. ശരി. ഇതിന്റെ ആൻസർ 4.8 വീതി. അതാരാണ് റോഹൻ? റോഹൻ അതാരാണ് സംസാരിക്കുന്നത്? കുട്ടികള് മൈക്ക് ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. റോഹൻ ആ കാര്യം ശ്രദ്ധിക്കണേ. ഓക്കെ. ചിലപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത്തരം കുട്ടികളെ റിമൂവ് ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കുക, ഈ രണ്ട് കോണുകളും തുല്യമാണ്. സോറി, ദിസ് ഈസ് എ റെക്റ്റാങ്കിൾ. ഇതൊരു ചതുരമാണ് തന്നിരിക്കുന്നത്. ഈ ചതുരത്തിന്റെ ഈ രണ്ട് മാർക്ക് ചെയ്ത കോണുകൾ ഈക്വൽ ആണ്, തുല്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ നീളം 6 സെന്റിമീറ്ററും ഇവിടുന്ന് അങ്ങോട്ടുള്ള നീളം 8 സെന്റിമീറ്ററും തന്നു. എന്നിട്ടോ നിങ്ങളോട് ചോദിക്കുന്നത് ഇതിന്റെ വീതി എത്ര എന്നാണ്. വീതി കിട്ടുന്നത് 4.8. ലേശം ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യമാണ്. ചിലപ്പോൾ ഇപ്പം പറഞ്ഞാൽ മനസ്സിലാവൂല. ചില കുട്ടികൾക്ക് അവർക്ക് ഈ ക്ലാസ് കഴിഞ്ഞ് യൂട്യൂബിൽ നോക്കിയിട്ട് വീണ്ടും മനസ്സിലാക്കിയെടുക്കാം. ഇല്ലെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഇവിടെ ഇത് മട്ടത്രികോണമാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ഒരു ഇവിടുന്ന് അങ്ങോട്ട് പോയ ഈ കോണും ഇത് മട്ടകോണാണ്, ഇതും മട്ടത്രികോണമാണ്. മട്ടത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾ നിങ്ങൾക്ക് തന്ന് എന്ന് നോക്കുക. ഇത് രണ്ട് വശങ്ങൾ ചരിച്ച് നോക്കണം, എന്നാ മനസ്സിലാവും മട്ടത്രികോണമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു നീളവും ഈ ഒരു നീളവും തന്നാൽ ഈ വലിയ നീളം നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അതിനാണല്ലോ നിങ്ങൾ കർണം ഹൈപ്പോട്ടന്യൂസ് പഠിച്ചത്. ഇത് 8ന്റെ സ്ക്വയർ എടുക്കുക. 8 സ്ക്വയർ ദാറ്റ് ഈസ് 64. ഇത് 6ന്റെ സ്ക്വയർ എടുക്കുക, ദാറ്റ് ഈസ് 36.
64 പ്ലസ് 36 100. ആ 100ന്റെ സ്ക്വയർ റൂട്ട് ആയിരിക്കും ഇത്. നിങ്ങൾ പഠിച്ച കാര്യമാണ്. അപ്പം ഇത് 10 ആയി. ഇത് 10 കിട്ടിക്കഴിഞ്ഞു. അപ്പം നീളം 10 ആണ്. ഇനി വീതിയാണ് നമ്മളോട് ചോദിച്ചത്. അത് 4.8 ഉത്തരം ഞാൻ നേരത്തെ എഴുതിയിട്ടുണ്ടെങ്കിലും അത് തൽക്കാലം ഞാൻ മയക്കുകയാണ്. വീതി കണ്ടുപിടിക്കാനുള്ള അടുത്ത സ്റ്റെപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. നിങ്ങൾക്കറിയാം, ഒരു ചതുരത്തിന്റെ, ഒരു റെക്ടാംഗിളിന്റെ നീളവും വീതിയും തമ്മിൽ ഗുണിച്ചാലാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുക? ഇതിന്റെ പരപ്പളവ് കിട്ടുക, അല്ലെങ്കിൽ ഏരിയ കിട്ടുക. ഏരിയ ഈസ് ഈക്വൽ ടു നീളം ഇൻറ്റു വീതിയാണ്. അതാണല്ലോ ഏരിയ. അത് കിട്ടണമെങ്കിൽ 10 ആണ് ഇവിടെ നീളം തന്നിട്ടുള്ളൂ. നമുക്ക് തന്നിരിക്കുന്നത് നീളം മാത്രമാണ്. വീതിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 10 എന്ന നീളം നമുക്ക് തന്നിട്ടുണ്ട്, പക്ഷെ വീതി നമുക്ക് തന്നിട്ടില്ല, ബ്രെഡ്ത്ത് തന്നിട്ടില്ല. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് നോക്കൂ. ഇതിന്റെ ഏരിയ കണ്ടെത്തുന്നത് എങ്ങനെ? മൊത്തം ഏരിയ കണ്ടെത്തുന്നത് എങ്ങനെ നോക്കോളൂ. ഇതാ ഈ ത്രികോണം മാത്രം പരിഗണിക്കുക. അത് ഹാഫ് BH ആണ്. അര ഇൻറ്റു B ഇൻറ്റു H. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ഏരിയ കണ്ടെത്താൻ പറ്റും. ഇതിന്റെ ഏരിയ അര ഇൻറ്റു 6 ഇൻറ്റു 8 ആണ്. 6 ഇൻറ്റു 8 6 48ന്റെ പകുതിയായ 24 ആണ് ഇതിന്റെ ഏരിയ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ഏരിയ 24 ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ A എന്ന ഈ ചെറിയ ത്രികോണവും B എന്ന അടുത്ത ഈ ത്രികോണവും തമ്മിൽ കൂട്ടിയാൽ 24 ആണെന്ന് ഞാൻ തെളിയിക്കാൻ പോവുകയാണ്. ഈ 24 ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എയും ബിയും കൂട്ടിക്കഴിഞ്ഞാൽ 24 കിട്ടുമെന്ന് തെളിയിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് അത് 24 ആണെന്ന് തെളിയിക്കാൻ ഇവിടുന്ന് കുത്തൻ ഒരു വര വരച്ചാൽ മതി. എന്നാ പെട്ടെന്ന് മനസ്സിലാവും. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന ഈ ഒരു ചെറിയ ത്രികോണവും ഈ ത്രികോണവും തുല്യമാണ്. ഇവിടെ കിട്ടുന്ന ഇവിടെയും തുല്യമാണ്. അതിന്റെ അർത്ഥം ഇതൊന്നിച്ച് 24 ആണെങ്കിൽ, നേരത്തെ കിട്ടിക്കഴിഞ്ഞല്ലോ 24 എന്ന്, ഈ എയും ബിയും കൂടി കൂട്ടിയാൽ 24 ആണ്. അങ്ങനെയെങ്കിൽ റോഹൻ, ഇത് മൊത്തം എത്രയാണ്? 48. വെരി ഗുഡ്. ഇത് മൊത്തം 48 ആണ്. കാരണം ഇത് 24 ആണ്. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 24 ആണെന്ന് ഈ ഒരു വര കൊണ്ട് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. കാരണം ഇവിടെ ഇങ്ങനെ നമ്മൾ ഭാഗിച്ചപ്പോൾ തുല്യമാണെന്ന് തിരിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇത് മൊത്തം നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 48 ആണ്. ആണോ? ശരിയല്ലേ പറയുന്നത്? യെസ്, 48 ആണ്. 10 ഇൻറ്റു ഡാഷ്. ഡാഷ് എന്ന് പറഞ്ഞാൽ ഈ വീതിയാണ്. 10 ഇൻറ്റു വീതി സമം 48. അപ്പോൾ വീതി എത്രയാണ്? സുഖമല്ലേ? ഈ വീതിക്ക് നമ്മൾ X എന്ന് വില കൊടുത്തു, അല്ലെ B എന്ന് വില കൊടുത്തു. ആ B എന്ന് വില കൊടുത്തിട്ട് ഈ 10നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ 48/10 എന്ന് കിട്ടുന്നു. അതിന്റെ അർത്ഥം 4.8 ആണ്. നമ്മുടെ ആൻസർ 4.8 ആണ്. ലേശം പണിയുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു. ഇത് മനസ്സിലായവർക്ക് യെസ് എന്ന് ടൈപ്പ് ചെയ്യാം. ഇത് മനസ്സിലാകാത്തവർക്ക് ഒന്നുകൂടി ചോദിക്കാം. ഇപ്പോൾ നിങ്ങൾ പരീക്ഷ അടുത്തത് കൊണ്ട് യഥാർത്ഥ USS ക്വസ്റ്റ്യനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ. ഇതൊക്കെ യഥാർത്ഥ USS ക്വസ്റ്റ്യൻസ് ആണ്. ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ പരിചരിക്കേണ്ടത്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ പരിചയപ്പെടേണ്ടത്. മനസ്സിലായോ പറയുന്നത്? ഇത് മനസ്സിലായ ഏതെങ്കിലും ഒരു കുട്ടി ഒന്ന് മുന്നോട്ട് വരും. ഒരു കുട്ടി. പേര് പറഞ്ഞു. ഓ ആ, ദേവനന്ദക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് പറയുന്നു. ദേവനന്ദ, ഇതൊന്ന് പറയാമോ? ആ, പറ. ശരി, പറയൂ ദേവനന്ദ, എന്താണ്? ഒന്ന് 6 സെന്റിമീറ്ററും ഒന്ന് 8 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് ഇതിന്റെ അടുത്ത സൈഡ് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് ഹൈപ്പോട്ടൻസ് കാണണം. അപ്പൊ 6ന്റെ സ്ക്വയർ 34, 8ന്റെ സ്ക്വയർ 64. ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് 100 കിട്ടും. ഒറ്റ മിനിറ്റ് ഞാൻ എഴുതുന്നുണ്ട്. 6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ
പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ സമം കർണം സ്ക്വയർ പഠിച്ചു വെച്ചതാണത്. അങ്ങനെയെങ്കിൽ 6 6 36 8 8 64 കൂടി കൂട്ടിയാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 100 ആണ്. ആ 100ന്റെ സ്ക്വയർ റൂട്ടായ 10 ആണ് നീളം. അപ്പൊ നീളം 10 കിട്ടിയില്ലേ? എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഷെയ്ഡ് ചെയ്തിരിക്കുന്നതിന്റെ ഏരിയ അല്ലേ? അര ഇൻറ്റു 6 ഇൻറ്റു 8 ചെയ്തു. 6 8 48ന്റെ പകുതിയായ 24ആണ് ഇതിന്റെ ഏരിയ ഉണ്ടാകുക എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ കുട്ടികൾക്ക് മനസ്സിലാത്ത വേറൊരു സാധനം ഇതായിരിക്കാം. ഇത് 24 ആകുമ്പോൾ ഇവിടെ എ എന്ന ഒരു ചെറിയ ത്രികോണം നിങ്ങൾ കാണുന്നുണ്ട്, ഇവിടെ ബി എന്ന അടുത്തൊരു ത്രികോണവും നിങ്ങൾ കാണുന്നുണ്ട്. ഈ എയും ബിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നു 24 ആയിരിക്കും. അതാണ് ഞാൻ തെളിയിച്ചത്. ഇവിടുന്ന് നേരെ കുത്തനെ, കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ സെൻട്രൽ കൂടിയാണ് ഈ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ സെൻട്രലിലേക്ക് എങ്ങനെയായാലും ഇവിടുന്ന് നിങ്ങൾ നേരെ ഒരു ഈ പോയിന്റ് കൂടെ തന്നെ ഇങ്ങനെ ഒരു വര വരച്ചു കഴിഞ്ഞാൽ, ഇത് മറച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് രണ്ടും തുല്യമാണെന്ന്. ഇത് മറച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും തുല്യമാണെന്ന് മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അതേ അളവാണ് ഇതെങ്കിലും, ഇതിന്റെ അതേ അളവാണ് ഇതെങ്കിലും, അതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ കാണുന്ന മൊത്തം 24 ആണെങ്കിൽ എയും ബിയും കൂടി കൂട്ടി 24 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ദേവനന്ദ ഇത് മൊത്തം എത്രയാണ്? 48. അത് ശരിയാണ്. അപ്പൊ ഇതിന്റെ ഏരിയ കിട്ടി. ഇതിന്റെ ഈ ഒരു ചതുരത്തിന്റെ ഏരിയ 48 കിട്ടി. 48 കിട്ടണമെങ്കിൽ, ആ ഏരിയ കിട്ടണമെങ്കിൽ നമ്മൾ നീളവും വീതിയും തമ്മിൽ ഗുണിക്കണ്ടേ? വേണ്ടേ മോളെ? ഗുണിച്ചേ മതിയാവും. നീളവും വീതിയും തമ്മിൽ ഗുണിക്കണം. നീളവും വീതിയും തമ്മിൽ കൂടി നീളം നമുക്ക് തന്നിട്ടുണ്ട് എത്ര? 10. വീതിയാണ് കണ്ടുപിടിക്കേണ്ടത്, ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് രണ്ടും കൂടി ഗുണിച്ചിട്ടാണ് 48 കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ 10നെ നിങ്ങൾ 4.8 കൊണ്ട് ഗുണിച്ചാലാണ് 48 ആവുക. അപ്പോൾ വീതി എത്രയാണ്? ഇപ്പൊ മനസ്സിലായോ എല്ലാവർക്കും? ഇതൊന്ന് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തോളൂ. ഇതല്ലാതെ മാർഗങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ നിങ്ങൾക്ക് എളുപ്പത്തിലുള്ളൊരു മാർഗം പറഞ്ഞു തന്നെന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത ചോദ്യത്തിലേക്ക് പോകും. ഇഷ്ടംമാതിരി മാർഗമുണ്ട്, വേറെ ഇഷ്ടംമാതിരി മാർഗമുണ്ട്. ഞാൻ ഒരു മാർഗം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഇഷ്ടംമാതിരി കിടക്കുകയാണ്. ഇത് ഒരു ഉയർന്ന തലത്തിലുള്ള ചോദ്യമാണെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഇതുപോലെ തന്നെ വേറെ എത്ര ചോദ്യങ്ങളുണ്ട് അറിയാൻ വരാൻ. അത് കുറച്ച് ഏതായാലും ചിത്രം വന്ന സ്ഥിതിക്ക് ഞാൻ വേറൊരു ചിത്രം കാണിച്ചു തരാം. ആ ചിത്രവും നിങ്ങൾ റെക്ടാങ്കിളായിട്ട് ബന്ധപ്പെട്ട ഇങ്ങനത്തെ ഒരു ചോദ്യം എന്തായാലും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കാണാം. ഏത് വർഷം എടുത്ത് നോക്കിയാൽ നോക്കിക്കോളെ. ഇത് ഇതിന്റെ മിഡ് പോയിന്റ് ആണ്. ഇവിടുന്ന് ഈ മിഡ് പോയിന്റ്, ഇവിടുന്ന് ഇവിടത്തേക്ക് ഇവിടുന്ന് ഒരു തുല്യ അകലം കണക്കാക്കി ഇങ്ങോട്ട് മുറിച്ചു, ഇവിടുന്ന് തുല്യ അകലം കണക്കാക്കി ഇങ്ങോട്ട് മുറിച്ചു. ഇവിടുന്ന് ഇവിടത്തേക്ക് ഒരു വര, ഒരു എം എന്ന് എഴുതിയാൽ മതി. എം കണ്ട എന്നിട്ട് ഇതങ്ങോട്ട് ഷെയ്ഡ് ചെയ്യുക. ഇതോ ഷെയ്ഡ് ചെയ്ത് കാണിക്കും. ചിത്രം കാണുമ്പോൾ എന്തോ ഒരു ബേജാറാമക്ക് ഇതെന്താക്കൂന്ന് വിചാരിച്ചിട്ട് ഷെയ്ഡ് ചെയ്തു. നിങ്ങളോട് ചോദിക്കുകയാണ് ABCD ഒരു ചതുരാണോ അല്ലേ? ആയിക്കോട്ടെ, നമുക്ക് എന്താ ABCD ഒരു ചതുരമാണ്, റെക്ടാങ്കിൾ ആണ്. എന്നിട്ടോ ചോദ്യം എന്താണ്? അതിന്റെ പരപ്പളവ്, ഈ റെക്ടാങ്കിളിന്റെ മൊത്തം പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഏരിയ. ABCD ഏരിയ നിങ്ങൾക്ക് തരികയും ചെയ്യുന്നുണ്ട്. എത്ര? 30 സെന്റിമീറ്റർ സ്ക്വയർ. നിങ്ങളോടുള്ള ചോദ്യം എന്താ അറിയാ? ഈ ഷെയ്ഡ് ചെയ്തതിന്റെ ഏരിയ എത്ര? ഇത് രണ്ടിന്റെ ഏരിയ എത്ര? ടൈപ്പ് ചെയ്തോളൂ. ആ ഷെയ്ഡ് ചെയ്തതിന്റെ ഏരിയ എത്രയാണ്? റോഹൻ കേൾക്കാമോ? എത്ര കുട്ടികൾ ഇന്ന് പങ്കെടുത്തിട്ടുണ്ട്? എത്ര കുട്ടികളാണ് നമ്മുടെ ഗ്രൂപ്പിൽ ഇപ്പോൾ ഉള്ളത്? ഈ രാവിലെ മക്കളെ രാവിലെ 5:30 ഉണർന്ന് ഓൺലൈൻ ക്ലാസ്സിൽ ഇരുന്നിട്ട് ഇരിക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ആദ്യം തന്നെ ഞാൻ സന്തോഷം അറിയിക്കുകയാണ്. വളരെ നല്ല കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇതൊരു ശീലമാക്കിയാൽ മതി. 10th വരെ നിങ്ങൾ ശീലമായിക്കൊള്ളി. അടുത്ത വർഷം NMOC ചെയ്തതിൻ്റെ കുട്ടികളാണ് നിങ്ങൾ. USS എഴുതിയ കുട്ടികൾക്ക് എല്ലാവർക്കും അതിന് ചാൻസ് ഉണ്ടാവും. ഉദ്യോഗസ്ഥരുടെ മക്കൾക്ക് എഴുതാൻ പറ്റില്ല എന്നല്ലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതും ഒരു ശീലമായിക്കോട്ടെ. ഈ നോട്ടൊക്കെ അവിടെ സൂക്ഷിച്ചോളൂ. ഇതെല്ലാം NMOCയുടെ
സാറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ജനറൽ മാത്സിൽ വരുന്നതാണ്. കുട്ടികൾ 15 ടൈപ്പ് ചെയ്ത് ശരിയാണ്. ആ കാരണം ഇത് 15 തെളിയിക്കാൻ സുഖമല്ലേ. ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു വരയും വരച്ചു. ഇത് രണ്ടും തുല്യം. അങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ടും വരച്ചു. ഇത് രണ്ടും തുല്യം. ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടുന്ന് ഇങ്ങനെയും വരച്ചു. 1 2 3 4 5 6 7 8 തുല്യ പാർട്ടല്ലേ നിങ്ങൾക്ക് കിട്ടുന്നത്. അങ്ങനെയാകുമ്പോൾ ഇതെന്തായിരിക്കും? ഇതിന്റെ തുല്യമാണിത്, ഇത് തുല്യമാണിത്, ഇത് തുല്യമാണിത്, ഇത് തുല്യമാണിത്. അപ്പൊ ഈ 30ന്റെ പകുതി എന്തായാലും 15. ഈ വരയിൽ കൊടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതാ വരുന്ന വേറൊരു ചോദ്യം. ഇതും നമ്മൾ റെക്ടാങ്കിളായിട്ട് ബന്ധപ്പെട്ട് പരിചയപ്പെടുത്തുകയാണ്. ഒരിക്കലും തന്നതാണ്. ഇതാ ഒരു റെക്ടാങ്കിൾ വെച്ചു. ഇതിന് ആദ്യം നിങ്ങൾക്ക് ഇവിടെ ഒരു മിഡ് പോയിന്റ് അടയാളപ്പെടുത്തും. ABC പേര് കൊടുത്തോളൂ. ABC പേര് കൊടുത്തു. ഈ മിഡ് പോയിന്റിൽ ഇവിടെ ഒരു പോയിന്റ് അടയാളപ്പെടുത്തി BCയിൽ. നമ്മൾ എന്താ ചെയ്യുന്നത്? ഇവിടുന്ന് ഇവിടത്തേക്ക് വരച്ചു, ഇവിടുന്ന് ഇവിടത്തേക്ക് വരച്ചു, ഇവിടുന്ന് ഇവിടത്തേക്ക് വരച്ചു. ഈ നടുക്ക് കാണുന്ന ഈ ത്രികോണം ട്രയാങ്കിൾ ഞാൻ എന്നിട്ട് ഷെയ്ഡ് ചെയ്തു. നടുക്ക് കാണും. ഇതിന്റെ ആദ്യം നിങ്ങൾക്ക് ഇതിന്റെ മൊത്തം ഏരിയ തരികയാണ്. 40 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഈ റെക്ടാങ്കിളിന്റെ ഏരിയ 40 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. നിങ്ങളോട് ചോദിക്കുന്നത് ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ത്രികോണത്തിന്റെ ഏരിയ ടൈപ്പ് ചെയ്യും. എന്റെ ചോദ്യം ഒന്ന് വ്യക്തമായി കൊടുക്കൂ. മോഹൻലാൽ. ദേവനന്ദ, എന്റെ ചോദ്യം ഒന്ന് വ്യക്തമായി കൊടുക്കൂ. എന്താണ് എന്റെ ചോദ്യം? ആ മനസ്സിലായി. കുട്ടികൾ 40 സെന്റിമീറ്റർ എന്ന് തന്നതപ്പോ പെട്ടെന്ന് കുട്ടികൾ ടൈപ്പ് ചെയ്ത് 20 ഉത്തരം ടൈപ്പ് ചെയ്തത്. സത്യത്തിൽ ഇതിന്റെ ഉത്തരം 20 ആണോ? ഇതിന്റെ ആൻസർ 20 ആണോ റോഹൻ? ദേവനന്ദ, ഇതിന്റെ ആൻസർ 20 ആണോ? അറിയില്ല. ശരി, സാരമില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു പ്രശ്നവുമില്ല. ഇത് മിഡ് പോയിന്റ് ആണ്, ഇത് മിഡ് പോയിന്റ് ആണ്. ഈ മിഡ് പോയിന്റ് കൂടെ നേരെ കുത്തനൊരു വര വരയ്ക്കുക. അപ്പം എന്റെ ചോദ്യത്തിന് ദേവനന്ദ മറുപടി പറയണം. ഈ ഹാഫ് എത്രയായിരിക്കും? അപ്പുറത്ത് ഹാഫോ? 20. ശരി. ഇനി ഞാൻ എന്തോ മൈക്കിന് എന്തോ പ്രശ്നമുണ്ടല്ലോ. ഇനി ഞാൻ ചെയ്യുന്നത് ഇതിന്റെ മിഡിൽ കൂടെ തന്നെ ഓക്കെ. ഞാൻ മൈക്ക് മ്യൂട്ട് ചെയ്തിട്ട്. മൈക്ക് കുട്ടികൾ അശ്രദ്ധമായിട്ട് ഉപയോഗിക്കുന്നു. ശരി, ഇപ്പൊ കേൾക്കാമോ മോളെ? കേൾക്കാം. ഇവിടുന്ന് കുത്തനെ വരച്ചപ്പോ ഇത് 20 ആയി, ഇതും 20 ആയി. ഇനി ഇവിടുന്ന് ഇത് ഇങ്ങോട്ട് വീണ്ടും വായിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ വരച്ച് കാണിക്കുന്നത്. അല്ലാതെ ഒക്കെ ചെയ്യാം, വേറെ കാര്യം അളവ് ഇഷ്ടമുള്ള അളവ് കൊടുത്തിട്ടൊക്കെ ചെയ്യാം. ഈ എന്റെ ചോദ്യത്തിന് ദേവന്റെ മറുപടി പറയണം. ഈ ചിത്രം നടുക്കുള്ള ത്രികോണമൊന്നും മോള് നോക്കണ്ട. ഇവിടെ 4 ഭാഗമാക്കി മോള് കണ്ടോ? ഇത് ഓരോന്നും എത്രയായിരിക്കും? 10. അതെന്തുകൊണ്ടാണ്? 40നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന 10 ആണ്. ഇനിയാണ് നമ്മൾ ഒരു മാജിക്കിലൂടെ ഇത് ഇങ്ങനെ പുറത്തെടുക്കാൻ പോകുന്നത്. ഇക്കളെ ഇതിവിടെ മറച്ചു വെച്ചു. ഇത് മറച്ചു വെച്ചാൽ എന്റെ ചോദ്യത്തിന് മറുപടി മോള് പറയണം, കൃത്യമായിട്ട് പറയണം. ഇത് ഞാൻ ഇവിടെ മറച്ചു വെച്ചു. ഈ മറച്ചു വെച്ചപ്പോൾ ഈ ഭാഗം മൊത്തം എത്രയാണ്? 20. ആ 20ന്റെ നടുക്കൂടെ ഈ ഒരു സ്ക്വയർ ആയിട്ട് പരിഗണിച്ചാൽ ഇത് ഇതിന്റെ ഡയഗണലാണ്, വികരണമാണ്. വികരണം എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം.
ഇത് ഇതിന്റെ വികരണമാകുമ്പോൾ ഇതിനെ രണ്ടിനെ തുല്യ ഭാഗമാക്കുമ്പോൾ ഈ ഒഴിഞ്ഞ ഭാഗം, ഈ ഒഴിഞ്ഞ ത്രികോണം മാത്രം എത്ര ഉണ്ടാവും? 10. അവിടെ 10 എന്ന് എഴുതുക. ഇനി ഇങ്ങോട്ട് വരാം. അവിടെ 10 എന്ന് എഴുതി, അവിടെ ഇങ്ങോട്ട് വന്നു. ഇത് മറച്ചു വെച്ചു. ഞാൻ പരിഗണിക്കാൻ പറയുന്നത് ഈ ഒരു ചെറിയ ഈ ഒരു റെക്ടാങ്കിളിനെയാണ്. ഈ റെക്ടാങ്കിൾ മാത്രം, ഇത് മാത്രം എത്ര ഉണ്ടാവും? 10 ഉണ്ടാവും. ഇത് അടുത്തടുത്ത ഒരു മിനിറ്റ് 10. ഇത് ഇതിന്റെ ഡയഗണലാണ്. ഞാൻ ചോദിക്കുന്നതിന് മാത്രം മറുപടി പറയാം. ഇത് ഇതിന്റെ ഡയഗണലാണ്. ഈ ഒഴിഞ്ഞ ഈ ഒരു ത്രികോണം മാത്രം എത്ര ഉണ്ടാവും? 5. 10ന്റെ പകുതിയായ 5. അപ്പൊ ഇവിടെ 10, ഇവിടെ 5. ഇത് രണ്ടും നമ്മൾ തട്ടാൻ പോവുകയാണ്, എടുത്തു മാറ്റാൻ പോവുകയാണ്. ഇനി ഇതിവിടെ മറച്ചു വെച്ചു. ഇത് രണ്ടും കൂടി, ഈ ചിത്രം ഒന്നും നോക്കണ്ട, ഇത് രണ്ടും കൂടി ഒന്നിച്ച് ചേർന്നാൽ എത്രയാണ് മോളെ? 20. ആ 20ന്റെ ഇത് രണ്ടും ഒന്നിച്ച് പരിഗണിച്ചാൽ ഇത് ഇതിന്റെ ഡയഗണലായിട്ട് എടുക്കാം. ഇത് ഒന്നിച്ച് ഒരു റെക്ടാങ്കിൾ ആയിട്ട് ഒന്നിച്ച് പരിഗണിച്ചിട്ട് ഇത് ഇതിന്റെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇത് ഇതിന്റെ വികരണമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒഴിഞ്ഞത് എത്ര ഉണ്ടാവും? 10. ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. മൊത്തം 40 ആയിരുന്നു. 40 ഈ 10 പോവുകയാണ്, അപ്പൊ 30 40 വീണ്ടും ഈ 10 പോവുകയാണ്, അപ്പോൾ എത്രയായി മോളെ? 30 വീണ്ടും 10 പോയി, 30 വീണ്ടും 10 പോയി, എത്രയായി? 20. 20 ഈ 5 കൂടി പോവുകയാണ്. മിണ്ടുന്നില്ലേ? എന്താ മിണ്ടാത്തത്? 20 5 കൂടി പോയി എത്രയാണ്? 15. ഇതല്ലേ നിങ്ങൾ പറയേണ്ടത്. ഇപ്പോൾ ഇതിന്റെ ആൻസർ 15 ആണ്. 15 ടൈപ്പ് ചെയ്ത് എത്ര കുട്ടികളുണ്ട്? യെസ്. ഇനി ഞാൻ മൈക്ക് ഓൺ ചെയ്യുന്നുണ്ട്. ഇത് മനസ്സിലാകാത്തവർക്കുണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാ ഷേപ്പിലും ചോദിക്കൂ. നിങ്ങൾ ഏത് ഷേപ്പ് പഠിച്ചെങ്കിൽ ഇത് ഒരിക്കലും പരീക്ഷയ്ക്ക് വന്നതാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ അരിക്കുള്ള ത്രികോണത്തെ ഒക്കെ തട്ടിക്കളഞ്ഞത്. ഇത് അല്ലാതെയും കണ്ടുപിടിക്കാം. നിങ്ങൾ കൃത്യമായിട്ട് ശരി. നിങ്ങൾ അവിടുന്ന് കൃത്യമായിട്ട് മൈക്ക് ഓൺ ചെയ്യുന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ ഞാൻ മൈക്ക് ഓൺ ചെയ്ത് വെക്കാം. ഇപ്പം മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് മ്യൂട്ട് ചെയ്യുന്നത്? ഒരു കുട്ടി തുറക്കും, മറ്റേ കുട്ടി തുറന്നിട്ട് പറയും. രണ്ടുപേര് പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല. നിങ്ങൾ ചെയ്യേണ്ടത് മൈക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ കേൾക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരായിട്ട് പറഞ്ഞാൽ മതി. ശരി. ഇനി നമുക്ക് ധാരാളം ചോദ്യം ഉള്ളതുകൊണ്ട് ഇതൊന്നുകൂടി വിവരിക്കാൻ ഇപ്പം സമയമില്ലാത്തതുകൊണ്ട് നിങ്ങൾ യൂട്യൂബിൽ തന്നെ നോക്കിയിട്ട് ഒന്നുകൂടി കാണുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. 8686171729. ഇതിൽ വാട്സപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ പറഞ്ഞു തരും. അടുത്ത ചോദ്യത്തിലേക്ക് പോകണം. The average of two numbers is 18 and their difference is 18. Which is the largest number? The average of two numbers, രണ്ട് സംഖ്യകളുടെ ആവറേജ് ശരാശരി. The average of two numbers is 18 and their difference, അവയുടെ തുക, their difference is also 18, which is the largest number. രണ്ട് സംഖ്യകളുടെ തുക 18, അവയുടെ വ്യത്യാസം 18. വലുത് ഏതാണ്? കുട്ടികൾ ടൈപ്പ് ചെയ്ത് ശരിയാണെന്ന് തോന്നുന്നു. റോഹൻ, എത്രയാണ് കുട്ടികൾ ടൈപ്പ് ചെയ്തത്? എത്ര? 27. ഒന്നുമില്ല. ഈ 18 നിങ്ങൾ പിടിക്കുക. ആദ്യത്തെ 18. ഏത്? രണ്ട് സംഖ്യയുടെ ആവറേജിന് ആദ്യം പിടിക്കുക. എന്നിട്ടോ ഡിഫറൻസ് ആയ 18ന്റെ പകുതി എടുക്കുക.
ഡിഫറൻസ് ആയ 18ന്റെ പകുതി എടുക്കുക, അത് 9 ആണ്. അത് ഇതിലൂടെ കൂട്ടിയാൽ മതി, 27. അപ്പൊ റോഹൻ സ്മോളസ്റ്റ് ഏതാ? 18ന്റെ പകുതി 9 ആയിരിക്കും. 9 കണ്ട. ഇപ്പൊ 2 സംഖ്യ കിട്ടി. 27ന്റെ കൂടെ 9 കൂട്ടുന്നു, 36 കിട്ടുന്നു. 36ന്റെ പകുതിയായ ആവറേജ് 18 ഞാൻ പറഞ്ഞത് ശരിയാണ്. 27ൽ നിന്ന് 9 കുറച്ചാൽ കിട്ടുന്ന 18, ഡിഫറൻസും ശരിയാണ്. വേറെ 2 സംഖ്യ എടുത്ത് ചെയ്ത് നോക്കൂ. മനസ്സിലാവില്ല, മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. മനസ്സിലായിട്ടില്ല പറയാ, പ്രശ്നമില്ല, ഒന്നുകൂടി പറഞ്ഞുതരാം. ഒരു സംഖ്യ 10, രണ്ടാമത്തെ സംഖ്യ 6 എന്ന് വിചാരിക്കുക. ഈ 10ന്റെ 6ന്റെ ആവറേജ് എത്രയാ? 8. 10 6 കൂടി കൂട്ടി 16ന്റെ പകുതി എടുത്തു, അതാണ് 8. 10ഉം 6ഉം നമ്മുടെ വ്യത്യാസം എത്രയാ? 4. അപ്പൊ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, 2 സംഖ്യകളുടെ ആവറേജ് 8, അവയുടെ വ്യത്യാസം 4. വലുതേത്? റോഹൻ, വലുതേത് എന്ന് ചോദിക്കുമ്പോൾ ഈ 8നെ പിടിച്ചിട്ട് 8ന്റെ കൂടെ ഞാൻ എന്ത് കൂട്ടണം? 4 കൂട്ടി. 4 കൂട്ടിയ 14 ആയി പോകും. 4ന്റെ പകുതി കൂട്ടണം. 4ന്റെ പകുതിയായ 2 കൂട്ടണം. 2 കൂട്ടിയാൽ 10. എന്താ? ഇനി എനിക്ക് 6 കിട്ടണമെങ്കിലോ? ഈ 8ൽ നിന്ന് 2 കുറയ്ക്കണം. 8ൽ നിന്ന് 2 കുറയ്ക്കണം, അപ്പൊ 6 കിട്ടും. 8ൽ നിന്ന് 2 കുറയ്ക്കണം, അപ്പൊ നിങ്ങൾക്ക് 6 കിട്ടും. മനസ്സിലായോ? മനസ്സിലായി. ഏത് സംഖ്യ എടുത്ത് ചെയ്ത് നോക്കിയാൽ മതി. ഇതൊക്കെ ഈസി ആയി ആവറേജിലൊക്കെ വരുന്ന ചില സ്ഥിരമായിട്ട് വരുന്ന ചില നമ്പേഴ്സാണ്. യെസ്, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന അടുത്ത ചോദ്യത്തിലേക്ക്. ഇപ്പോഴും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, മൈക്ക് ഓൺ ചെയ്യാം. പക്ഷെ നിങ്ങൾ കൃത്യമായിട്ട് ഇതിൽ പിന്നെ മൈക്ക് ആവശ്യത്തിന് മാത്രം ഓൺ ചെയ്ത് പറയുമെങ്കിൽ ചില കുട്ടികളുടെ അടുത്ത് പേരൻസ് പറയുന്നുണ്ട് ഇങ്ങോട്ട് കേൾക്കാം. അതുകൊണ്ടാണ് ഞാനിത് മൈക്ക് മ്യൂട്ട് ചെയ്തത്. ശരി, ചില ചോദ്യങ്ങൾ വരാറുണ്ട്, കണ്ടപ്പൊഴിച്ചുള്ള ചോദ്യങ്ങൾ. പക്ഷെ ആ ചോദ്യം വളരെ നിഷ്പ്രയാസം നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ്. നോക്കണം, ഒരിക്കലും പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. ഇതാണ്, ശ്രദ്ധിച്ചോളൂ, ശരിക്കും ശ്രദ്ധിച്ചോളൂ. 540ന്റെ 133 1/3 ശതമാനം എത്ര? ആ ചോദ്യം ഒന്ന് വായിച്ചേ റോഹൻ. 133 1/3% ഓഫ് 540 എത്രയാണ് എന്നാണ് എന്റെ ചോദ്യം. കുട്ടികൾ ടൈപ്പ് ചെയ്യട്ടെ. മൈക്ക് ഓൺ ആണ്, വളരെ ശ്രദ്ധിച്ചിട്ട് മാത്രം. ഞാനൊരു സ്കൂളിന്റെ പേര് വിളിക്കും, ആ സ്കൂളിലെ കുട്ടികൾ മാത്രം ഒന്ന് മുന്നോട്ട് വരിക. BM, കോഴിക്കോട് BM ഒരു കുട്ടി, മൈക്ക് പറയാം. എന്താ പേര്? നിവേദിത. നിവേദിത, ഈ ചോദ്യം ഒന്ന് വായിച്ചേ. 540ന്റെ 333 1/3 ശതമാനം എത്ര? നീ 333 ആക്കിയോ? ഞാൻ 133 ഇട്ടത്. സോറി സർ. പറയൂ, ഒന്നുകൂടി വായി. യെസ്. 540ന്റെ 133 1/3 ശതമാനം. മോളെ, മറ്റുള്ള കുട്ടികളുടെ മൈക്ക് അവരെ ഓഫ് ചെയ്തിട്ടുണ്ട്. വളരെ സന്തോഷം. അടുത്ത ചോദ്യം ഇതാണ്. 540ന്റെ 100% എത്രയാ മോളെ? ഒരു സംഖ്യയുടെ 100% എന്നുള്ള തീർത്തുമാണ്. 540 തന്നെയാണ്. ആ കുട്ടീനോടാണ് എന്റെ ചോദ്യം. ആ കുട്ടി എന്നെ മറുപടി പറയട്ടെ. ഈ പ്രോവിഡൻസിലെ ഏതെങ്കിലും കുട്ടി ഇതിലുണ്ടോ? എന്താ പേര് പറ? പേരില്ലേ? ശരി,
സെന്റ് മൈക്കിൾസിലെ കുട്ടികളുണ്ടോ? വെസ്റ്റ് ഹിൽസ് സെന്റ് മൈക്കിൾസിലെ കുട്ടികൾ ആരെങ്കിലും ഇതിലുണ്ടോ? പേര് പറയും. എന്താ പേര് പറയുന്നത്? എത്ര മടിയൊളി. ഓ ശരി, പേര് പറയുന്നില്ല. ബി എമ്മിലെ ഏതെങ്കിലും കുട്ടി, ഇപ്പം നേരത്തെ പറഞ്ഞ ബി എമ്മിലെ കുട്ടിയുടെ പേരെന്താ? നിവേദിത. നിവേദിത 540ന്റെ 100%. 540 തന്നെയല്ലേ അവളെ? യെസ്. ഇനി 540ന്റെ 100% കിട്ടി. നമ്മളോട് 133 1/3 ആണ്. അപ്പൊ 540ന്റെ 33 1/3% കൂടി കാണണം. നിങ്ങളൊരു കാര്യം അറിയോ? മനസ്സിലാക്കി വെച്ചോളൂ. 540ന്റെ 33 1/3 എന്ന് കണ്ട് ബേജാറാവണ്ട. 540ന് 3 കൊണ്ട് ഈ 3 കൊണ്ട് കഴിച്ചാൽ മതി. അത് 540ന്റെ 1/3 തന്നെയാണ്. 540ന്റെ 33 1/3% എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 540ന്റെ 1/3 തന്നെയാണ്. അയ്യപ്പ തെളിയിക്കാൻ പോവുകയാണ്. ഇതാദ്യം ഒന്ന് കണ്ടുപിടിക്കട്ടെ. 540നെ 3 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ് നിവേദിത? ആർക്കും പറയാം, ആർക്കും പറയാം. 540നെ 3 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ്? 180. 540ന്റെ 33 1/3% 180 ആണ്. നേരത്തെ 100% നമ്മൾ 540 കണ്ടു. ഇപ്പോൾ 33 1/3 ഞാൻ പറഞ്ഞപ്പോ 1/3 കൊണ്ട് ഗുണിച്ചാൽ മതി. അതെന്തുകൊണ്ടാണ് ഇപ്പോൾ തെളിയിക്കാൻ പോവുകയാണ്. അങ്ങനെയാകുമ്പോൾ 180 കിട്ടി. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 720 ആണ് നമ്മുടെ ആൻസർ. ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളോട് ചോദിച്ചത് 540ന്റെ 100% വെച്ചാൽ 540. 133 1/3 അതിനേക്ക് 540 അടക്കാട് കൂടുമെന്ന് തന്നെ നിങ്ങൾ തിരിച്ചറിയേണ്ടതായിരുന്നു. ശരി, നിൽക്കട്ടെ അവിടെ. എന്തുകൊണ്ടാണ് ഇത് 1/3 കൊണ്ട് ഗുണിച്ചത്? പറയാൻ നോക്ക്, ഇങ്ങോട്ട് നോക്കാം. അത് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഈ 33 1/3 എന്ന് പറഞ്ഞാൽ എന്താണ് സാധനം? 33 1/3 33 1/3% എന്ന് പറഞ്ഞാൽ എന്താണ്? 33 into 3 that is 99. 99 plus 1 100. 100/3 ആണിത്. നിങ്ങളത് പഠിച്ചതാണ്. ഇത് 100/3 ആണ്. 100/3% എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതും? 100/3 എന്ന് എഴുതിയിട്ട് ശതമാനം എഴുതുമ്പോൾ ഒരു 100 വേറെ അത് വരും. നിങ്ങൾ അതുകൊണ്ടാണല്ലോ ഈ കുടിക്കുന്നത്. 33 1/3 കൊണ്ട് കുടിക്കുക എന്ന് പറഞ്ഞാൽ 540 നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് 100/3/100 ആണ്. ഈ 100 അങ്ങ് വെട്ടിപ്പോവും. 100 ഒരു പ്രാവശ്യം. മേലത്തെ ഒന്നിന് വിലയുണ്ട്, അടിയിലത്തെ ഒന്ന് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ 540 ഇൻറ്റു 1/3 അങ്ങനെയാണ് കിട്ടുന്നത്. അങ്ങനെയാണ് നമുക്കിത് 180ലേക്ക് പോകുന്നത്. നേരത്തെ 100% ഇതും കണ്ടു, ഇപ്പൊ 180 ഇതും കണ്ട്. ഇത് രണ്ടും കൂടി കൂട്ടിയപ്പോൾ 720. മനസ്സിലായോ? യെസ് യെസ്. 133%-ന് 100% നമ്മൾ കണ്ടില്ലേ? ആ 33 1/3% 33 1/3 വേറെ കണ്ട് 100% വേറെ കണ്ടല്ലേ? എന്താ മോന്റെ പേര്? ചോദ്യം ചോദിച്ച കുട്ടിയുടെ പേരെന്താണ്? ആദിത്യരാജ്. ഉറങ്ങാണോ? അല്ല. എന്നാ ഉണർന്നിരിക്കും. മുഖം ഒന്ന് കഴുകട്ടോ. ശരി, മുഖം ഒന്ന് കഴുകു. ഈ പറഞ്ഞത് ഇപ്പൊ ആദിത്യരാജ് മനസ്സിലായോ? യെസ്. ഉറങ്ങില്ലേ മക്കളെ? ഇത് ഓൺ ചെയ്തിട്ട് ഉറക്കം വരുന്നുണ്ടെങ്കിൽ എല്ലാം നോക്കാം, എല്ലാം ഇപ്പം നോക്കാം. അതിൻ്റെ ഇടയ്ക്ക് വേറെ ചെറിയ ചോദ്യം, ഒരു ചെറിയ ചോദ്യം ഫിറ്റ് ചെയ്യാണ്. ശ്രദ്ധിക്കുക. 324നെ ഞാൻ 576 എന്ന് എഴുതി. 235നെ ഞാൻ 900 എന്ന് എഴുതി. 317നെ ഞാൻ 440 എന്ന് വിശേഷിപ്പിച്ചാൽ 263ന് എങ്ങനെ എഴുതാം?
ഇതെന്ത് പറയാനാ? 324 566, 235 900, 317 451. അപ്പൊ അങ്ങനെ അർത്ഥം അതിലാണെങ്കിൽ 263 എങ്ങനെ കോഡ് ചെയ്യാം എന്നാണ് ചോദ്യം. കുട്ടികളുടെ ടൈപ്പ് ചെയ്യുന്ന അതൊന്ന് നോക്കി വായിച്ചാൽ മതി. മോഹൻലാൽ അത് നോക്കി വായിച്ചോളൂ. കുട്ടികൾ ടൈപ്പ് ചെയ്ത ആൻസർ നോക്കി വായിച്ചോളൂ. അത് തെറ്റാ. 1296. ഇതാണ് ശരി. ഇതെങ്ങനെയാ കിട്ടുന്ന അറിയോ മോഹൻലാല്? അറിയില്ല. 3 × 2 × 4 3 2 6 6 4 മോനെ. 3 2 അറിയാൻ പറഞ്ഞു. 3 2 6 4 24. അത് 24. മറ്റൊരങ്ങനെ തപ്പി കളിക്കുമ്പോൾ വേറെ കുട്ടിക്കാന്ന് പറയാം. 24ന്റെ സ്ക്വയർ ആണിത്. അപ്പൊ ഇത് സ്ക്വയർ നമ്പർ ആണ്, തിരിച്ചറിയണം. എന്നാലേ പെട്ടെന്ന് കിട്ടൂ. അതുകൊണ്ടാണ് ഞാൻ 1 മുതൽ 30 വരെയുള്ള സ്ക്വയർ നമ്പർ ബൈ ഹാർട്ട് ആക്കണം എന്ന് പറഞ്ഞത്. 2 × 3 × 5 എത്രയാണ് മകനെ? 30. ആ 30ന്റെ സ്ക്വയർ ആണ് ഈ 900. 3 × 1 × 7 എത്രയാണ് മകനെ? 21. 21ന്റെ സ്ക്വയർ ആണ് 451. 21ന്റെ സ്ക്വയറിന് വേറെ പ്രത്യേകതയുണ്ട്. 12ന്റെ സ്ക്വയർ നിങ്ങൾക്കറിയാം 144 ആണെന്ന്. 12 തിരിച്ചിട്ടാൽ 21 ആണ്. അതിന്റെ സ്ക്വയർ 144 തിരിച്ചു കിട്ടാച്ചാൽ മതി. 451 21ന്റെ സ്ക്വയർ. അപ്പോ ഇതിന്റെ സ്ക്വയർ കാണണം. 6 3 12 6 3 18 36. 36ന്റെ സ്ക്വയർ. മനസ്സിലായോ? 1296. അടുത്ത ചോദ്യം 1296. ഇതൊക്കെ ഈസിയാണ്. ഇതൊക്കെ ഒരു വർഷം പരീക്ഷ 2017 എന്റെ ഓർമ്മ. പരീക്ഷ 2017 വന്ന വേറൊരു ചോദ്യം നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി. നല്ല രസമുള്ള ചോദ്യമാണ്. പെട്ടെന്ന് ഇത് ചെയ്യേണ്ട പോകണ്ടേ. എനിക്കിന്ന് തിരുവമ്പാടി പോകേണ്ടത്. തിരുവമ്പാടിയുള്ള കുട്ടികളുടെ തിരുവമ്പാടി ഉണ്ടോ? ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഇന്ന് തിരുവമ്പാടി ഇന്ന് സ്കൂളിലേക്ക് ഇന്ന് വരുന്നുണ്ട്. വന്നോണ്ടിരിക്കുകയാണ്. തിരുവമ്പാടിയുള്ള കുട്ടികൾ ക്ലാസ്സിൽ വരുമ്പോൾ ഒരു വലിയ കോളേജ് നോട്ട് ബുക്ക്, വരയില്ലാത്തത്, റെഡ് ഇങ്ക് പേന ഒക്കെ കരുതിക്കണം. നമുക്ക് നേരിട്ട് കാണാം. പെൻസിൽ സ്കെയിൽ കരുതിക്കാം. ഇതാ വരുന്നു അടുത്ത ചിത്രം. ഇതാ വലിയ മൊഞ്ചൊന്നും വേണ്ട. ഇത് അടക്ക് O, ഇത് D, AOD. പോരെങ്കിൽ 2 വര ഇങ്ങനെ. എന്നിട്ടോ BC. ഇതാണ് സാധനം. ഇതിന് കുറെ കോണുകൾ ഇങ്ങനെ തരികയാണ്. COA. COA 57 ഡിഗ്രിയാണ്. ഓഹോ. DOB. അതെത്രയാണ്? അത് 59 ഡിഗ്രിയാണ്. ഓഹോ. DOA വലിയ അതെത്രയാണ്? അത് 87 ഡിഗ്രിയാണ്. 87 ഡിഗ്രി 87 ഡിഗ്രി. എങ്കിൽ എന്റെ ചോദ്യം എന്തായിരിക്കും? പറ, എന്റെ ചോദ്യം എന്തായിരിക്കും? COB എത്രയാണ്? COB. ആ COB ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാം. ഈ ചെറുത് നടുക്കുള്ള സാധനം ഇത് എത്രയാണ്? പെട്ടെന്ന് ടൈപ്പ് ചെയ്യും. വിളിച്ച് പറയല്ലേ, ടൈപ്പ് ചെയ്താൽ മതി. തെറ്റായ ഉത്തരം വിളിച്ച് പറഞ്ഞിട്ട് വെറുതെ തന്നെ മൈക്ക് ഇത് ഓൺ ചെയ്താകുന്ന റെക്കോർഡ് ചെയ്യുന്ന വെറുതെ തന്നെ ഇടങ്ങാറാക്കല്ല. തെറ്റായ ഉത്തരം വിളിച്ച് പറയല്ല മക്കളെ. ടൈപ്പ് ചെയ്താൽ മതി. ഇതെല്ലാവരും ഉയർപ്പെടുത്തുന്നു അമ്മ. എത്രയാണ് കുട്ടികൾ ടൈപ്പ് ചെയ്തത് മോഹൻലാൽ? 29 ഡിഗ്രി ആരെ ടൈപ്പ് ചെയ്തിട്ടുണ്ടോ? അത് ശരിയാണ്. കുറെ പേര് ടൈപ്പ് ചെയ്യും. 29 ആണ് ശരി. ഇത് ഈസിയാണ് സാധനം. നിങ്ങളോട് പറഞ്ഞത് COA. ഇത് ഈ വലുതാണ്.
അത് 57. അടുത്തത് വന്നത് DOB ഇതും തന്നു, അത് നിങ്ങൾക്ക് 59 തന്നു. ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് 59, ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് 57. ഉടനെ ഈ 57ഉം 59ഉം കൂട്ടുക. 57 59 കൂട്ടിയെത്തുക പോലെ 116. ആ 116 ഞാൻ എന്ത് ചെയ്യണം? 116 87 ഒട്ടാകെ തന്ന 87 DOA നിങ്ങൾക്ക് 87 തന്നിക്കില്ലേ? ആ 87 മൈനസ് ചെയ്ത് 87 മൈനസ് ചെയ്ത് എത്രയാ? 29. ഒന്ന് പറഞ്ഞു കൊടുക്കൂ ദേവനന്ദ. ദേവനന്ദ മനസ്സിലാക്കേണ്ടത് പറഞ്ഞു കൊടുക്കൂ. ഇല്ല, ആർക്കെങ്കിലും ഇത് മനസ്സിലായവരുണ്ടോ? ഇത് മനസ്സിലായ ഒരു കുട്ടിയുടെ പേര് പറയും. മനസ്സിലായ ഒരു കുട്ടിയുടെ പേര് പറയും. കുട്ടി മൈക്കോൺ ചെയ്ത് പറഞ്ഞോളൂ. പറഞ്ഞോളൂ. അതായത് മൊത്തം 87 തന്നിട്ടുണ്ട്. മൊത്തം 87 തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് 116 കിട്ടും. എന്നുവെച്ചാൽ രണ്ടെണ്ണത്തിന്റെ നമുക്ക് കിട്ടും. രണ്ടും കൂടെ കൂട്ടിയാൽ 116 കിട്ടി. എന്നിട്ട് മുഴുവനായിട്ടുള്ള COB കാണാൻ വേണ്ടിട്ട് 116 മൈനസ് 87 ചെയ്താൽ 29 കിട്ടും. ഞാൻ വേറൊന്ന് പറഞ്ഞോട്ടെ, ഇത് മനസ്സിലാക്കാത്തവർക്ക് വേണ്ടിട്ട് ഞാൻ വേറൊരു സംഗതി കൂടി പറഞ്ഞുതരാം. അത്ര അങ്ങനെ പോകണ്ട, അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. ഇത് മൊത്തം നിങ്ങളോട് 87 പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ മൊത്തം 87 പറഞ്ഞിരുന്നു നിങ്ങളോട് പറയുന്നു ഇത് രണ്ടും കൂടി ചേർന്നിട്ട് 57 എന്ന് പറഞ്ഞാൽ ഇത് മാത്രം എത്രയായിരിക്കും? ഇത് രണ്ടും കൂടി ചേർന്നിട്ട് 87 ആണെങ്കിൽ ഇത് മാത്രം 87 57 കുറയ്ക്കണം. അപ്പൊ നിങ്ങൾക്ക് എത്ര കിട്ടും? 30 കിട്ടും. അത് ശരിയാണല്ലോ. ഇത് മാത്രം 30 കിട്ടി. ശരി. ഇനി ഇത് രണ്ടും കൂടി ചേർന്നിട്ട് 59 പറയുകയാണെങ്കിൽ 87 59 കുറയ്ക്കണം. അത് എത്രയാ മോനെ? ഉണ്ടെന്നില്ലേ? പറയടോ. 28 അല്ലേ? 20 ഇത് 30 കിട്ടി, ഇത് 28 കിട്ടി. ഇനി നിങ്ങളോട് പറയുന്നത് മൊത്തം 87 ഇത് രണ്ടും കൂടി കൂട്ടിയ എത്രയാ? 58 ഇത് രണ്ടും കൂടി കൂട്ടിയ 58. നിങ്ങൾക്ക് നടുക്കുള്ളതാ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടിയ 58. നിങ്ങൾ 87 ഒന്ന് കുറച്ച് നോക്കൂ, 29 കിട്ടും. അങ്ങനെ പോകേണ്ട ഇല്ലാതെ ഞാൻ പറയുന്ന അർത്ഥം. ഈസി ആയിട്ട് മറ്റേ രീതി ചെയ്യാം. ഇനി മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ ഏത് മാർഗം വേണമെങ്കിലും നിങ്ങൾക്ക് സ്വീകരിക്കാം. എളുപ്പമാർഗം. മനസ്സിലായി. അപ്പൊ ചിലത് ഇങ്ങനെയും ചെയ്യാം, ചില ആൾക്കാർക്ക് അങ്ങനെയും ചെയ്യാം. എങ്ങനെ ചെയ്താലും 1 മിനിറ്റിനുള്ള ഉത്തരം ചെയ്യാൻ പറ്റും. ഒരു മാസത്തിൽ കലണ്ടറിൽ 3 ഞായറാഴ്ചകളുണ്ട് പോലും. നിങ്ങളൊരു രഹസ്യം അറിയും. ഒരു മാസത്തിലെ കലണ്ടറിൽ 3 ഞായറാഴ്ചകളുണ്ട് പോലും. ഒരു മാസത്തിലെ കലണ്ടറിൽ 3 ഞായറാഴ്ചകളിലെ തീയതികൾ ഇരട്ടകളാണെന്ന് പറയുന്നത്. അതാണ് 3 ഞായറാഴ്ച അല്ല, 3 ഞായറാഴ്ച അല്ല, 4 ഞായറാഴ്ച ഉണ്ടാവും, ചിലപ്പോൾ 5 ഞായറാഴ്ച ഉണ്ടാവും. 3 ഞായറാഴ്ചകൾ ഇരട്ടകളാണെന്ന് പറയുന്നത്. ഒരു മാസത്തിലെ കലണ്ടറിൽ കലണ്ടറിലപ്പോ ഒന്നുകിൽ 4 ഉണ്ടാവും, അല്ല 5 ഉണ്ടാവേ. അതുപോലെ കാര്യം. ഒരു മാസത്തിലെ കലണ്ടറിൽ 3 ഞായറാഴ്ചകൾ. 3 Sundays are. ആരോ മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട്. മൈക്ക് മ്യൂട്ട് ചെയ്യണം, ഇല്ലേ റിമൂവ് ചെയ്യും. 3 Sundays are ഈവൻ നമ്പേഴ്സ് ആണ്, ഇരട്ടകളാണ്. ഒരു മാസത്തിലെ കലണ്ടറിൽ 3 Sundays ഇരട്ടകളാണ്, ഈവൻ നമ്പേഴ്സ് ആണ്. ആ മാസത്തിലെ 24-ാം തീയതി ഏത് ദിവസമായി? റോഹൻ, ഓപ്ഷൻ വേണോ? സൺഡേ
സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. 7 ദിവസം. പോരെ? ഓപ്ഷൻ അത്രയും പോരെ? മതി. ഇനി വേണ്ട, ഓപ്ഷൻ 1 മതിയായി. റോഹൻ, നമ്മുടെ ഇരട്ട സംഖ്യ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? നമ്മൾ ഇരട്ട സംഖ്യ എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഞാൻ 2-ാം തീയതി ഒക്കെ വിട്ടേക്ക്. ഇരട്ട സംഖ്യ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? 2. അപ്പൊ 2-ാം തീയതി സൺഡേ ആണെന്ന് ഉറപ്പിക്കാം. കാരണം നിങ്ങൾക്ക് എത്ര ഇരട്ടകൾ വരുന്നു വയ്ക്കാം. 2-ാം തീയതി ഞായറാഴ്ച. മൈക്കോൺ ചെയ്ത് വെച്ച് 2-ാം തീയതി ഞായറാഴ്ച. 2-ാം തീയതി കഴിഞ്ഞാൽ അടുത്ത 9-ാം തീയതി ഞായറാഴ്ച, 16-ാം തീയതി ഞായറാഴ്ച, 23-ാം തീയതി ഞായറാഴ്ച, 30-ാം തീയതി ഞായറാഴ്ച. ഇതിൽ എത്ര ഇരട്ടകൾ വന്ന്? 2 വന്ന്, 16 വന്ന്, 30 വന്ന്. 3 ഞായറാഴ്ചകൾ ഇരട്ടകളാണ്. 2, 16, 30. 2, 16, 30. 3 ഞായറാഴ്ചകൾ ഇരട്ടകളാണ്. നിങ്ങളോട് ചോദിച്ചത് 24-ാം തീയതി ഏത് ദിവസം എന്നാ? ഏത് ദിവസം? മൺഡേ. ഇതെല്ലാം ട്രിക്കി ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങളാണ് നിങ്ങൾ പരിചയപ്പെടേണ്ടത്. മൈക്ക് മ്യൂട്ട് ചെയ്തോളൂ. ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അടുത്ത ചോദ്യം വളരെ നല്ല ചോദ്യമാണ്. പക്ഷേ സമയമില്ല, ഹോംവർക്കൊന്നും ചെയ്യാൻ സമയമില്ല. കാരണം എനിക്കിപ്പോൾ തിരുവമ്പാടിക്ക് പോകണം. പറ്റുമെങ്കിൽ നാളെ ക്ലാസ് വെക്കും. അത് ക്ലാസ്സിൻ്റെ വിവരം ഗ്രൂപ്പിലൂടെ തലേന്നാണ് അറിയിക്കുക. കാരണം ഒരു സ്ഥലത്ത് പോയിട്ട് എപ്പോഴാണ് തിരിച്ചെത്തുമെന്ന് പറയാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ അവിടെ നിൽക്കേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ രാവിലെയുള്ള ക്ലാസ്സുകൾ വൈകുന്നേരം തന്നെ കൊടുക്കുന്നത്. വീട്ടിലെത്തിയാലാണ് ഈ സൗകര്യം ഉണ്ടാവും. അതുകൊണ്ടാണ്. ശരി, ഞാൻ ഒരു ചെറിയ ചോദ്യം തരികയാണ്. ആ ചോദ്യത്തിൻ്റെ ആൻസർ നിങ്ങൾ ചെയ്താൽ വളരെ നല്ലത്. കഴിഞ്ഞ വർഷം ചോദിച്ച ചോദ്യമാണ് മക്കളെ. ഇങ്ങനത്തെ ചോദ്യം എന്തായാലും ഉണ്ടാവും. ഞാൻ മലയാളത്തിൽ ഇവിടെ എഴുതാം, ഇംഗ്ലീഷ് ഞാൻ ഒന്നുകൂടി പറയുകയും ചെയ്യാം. ചോദ്യം, ഈ ചോദ്യം നിങ്ങൾക്കുള്ള ചോദ്യമാണ്. ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഇപ്പം വേണ്ട. ബാക്കി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ ഹോംവർക്കും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഹോംവർക്ക് എന്തെന്നായാലും ഓർമ്മ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പം പറയാം. പറ. ശതമാനം എത്ര? ഓക്കെ. അടുത്ത ക്ലാസ് ചർച്ച ചെയ്യാം. വേറെ ഏതുണ്ടാ? അടുത്ത ക്ലാസ്. അടുത്ത ക്ലാസ് ഇതും കൂടി നമുക്ക് ഒന്നിച്ച് ചർച്ച ചെയ്യാം. ഇത് നിങ്ങളുടെ ഹോംവർക്കാണ്. ഇപ്പൊ ടൈപ്പ് ചെയ്യരുത്, ആൻസർ ടൈപ്പ് ചെയ്യണ്ട. ഒന്നാമത്തെ ചോദ്യം, 121 മുതൽ 150 വരെ ഉള്ള എണ്ണൽ സംഖ്യകളുടെ, നാച്ചുറൽ നമ്പേഴ്സിന്റെ എണ്ണൽ സംഖ്യകളുടെ തുക അത് നിങ്ങൾക്ക് തരികയാണ്. 4065 ആണ്. 121, 122, 123 അങ്ങനെ 150 വരെയാണ്. 150 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ തുകയാണ് ഈ എഴുതിയത്. നിങ്ങളോടുള്ള ചോദ്യം ഇതാണ്. പിടിച്ച ചോദ്യം. എങ്കിൽ 1021 മുതൽ 1050 വരെ ഉള്ള എണ്ണൽ സംഖ്യകളുടെ തുക എത്ര? എണ്ണൽ സംഖ്യകളുടെ തുക എത്ര? Sum of consecutive natural numbers from 121 to 150 is 4065. And what is the sum of 1021 to 1050? എത്രയാണ്? നിങ്ങൾ ഒരിക്കലും 1021 വെച്ചിട്ട് ഇങ്ങനെ 1050 വരെ എഴുതി കൂട്ടരുതേ. എഴുതി കൂട്ടാതെ കണ്ടുപിടിക്കണം. പലരോടും ഞാൻ പറയുന്നത് ഇപ്പം ടൈപ്പ് ചെയ്യരുത്, ആൻസർ ഇപ്പം ടൈപ്പ് ചെയ്യരുത്. വീണ്ടും ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അത് തന്നെയാണ്. റേഷ്യോ അല്ലെങ്കിൽ പേഴ്സൻറ്റേജ് ഒക്കെ പറയണം പറയുന്ന കുട്ടികൾ. ഈ ചോദ്യം നിങ്ങൾ യൂട്യൂബിൽ വരും, അന്നേരം നോക്കി എഴുതിയെടുക്കുക. അടുത്ത ചോദ്യം ഇവിടെ എഴുതാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് അടുത്ത ചോദ്യം കൂടി എഴുതിയിട്ട് നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കാം. ഒരു ക്ലാസ്സിലെ
ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം, ആൺകുട്ടികളുടെയും ബോയ്സ് ആൻഡ് ഗേൾസ്, ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം, നമ്പർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ആർ ഈക്വൽ, തുല്യമാണ്. ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം തുല്യമാണ്. ഒരു ദിവസം, ഏതോ ഒരു ദിവസം 1/3, മൂന്നിലൊരു ഭാഗം ആൺകുട്ടികൾ വന്നില്ല. മൂന്നിലൊരു ഭാഗം ആൺകുട്ടികൾ ക്ലാസ്സിൽ എത്തിയില്ല. റോഹൻ, ആ ചോദ്യം ഒന്ന് വായിക്കുമോനെ? ആ ദിവസത്തെ കുട്ടികളുടെ എത്ര ശതമാനമാണ് ആൺകുട്ടികൾ? അത് കൂടി ഒന്ന് ചേർത്ത് വായിക്കും, ഒന്നുകൂടി വായിക്കും മകനെ. ഇനി എന്താ വായിക്കുന്നത്? വേറൊരു കുട്ടി വായിക്കേ. അയ്യോ, എഴുതിയ വായിച്ചാ പോരെ, അല്ലാത്ത വായിക്കണോ? അടുത്ത വേറൊരു കുട്ടി വായിക്കേ. നല്ല ചോദ്യമാണ്. ഏതോ ഒരു കുട്ടി അവിടെ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. വളരെ സന്തോഷം. The boys and girls in a class is equal. Number of boys and girls equal ആണ്. One day 1/3 of boys not attended the class or absent. 1/3 ഭാഗം they are absent, ആൺകുട്ടികൾ. എങ്കിൽ ആ ദിവസത്തെ കുട്ടികളുടെ എത്ര ശതമാനമാണ് ആൺകുട്ടികൾ എന്നാണ്. ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും നല്ലൊരു ദിവസം നേരുന്നു. എല്ലാവരും USSന്റെ ഉന്നത വിജയം നേരട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്.